എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ടൂർസ് ആൻഡ് ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ അണക്കെട്ടായ ഇടുക്കി ഡാമാണ് കാണുന്നത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആർച്ച് ഡാമുകളിൽ ഒന്നാണിത്. ഇടുക്കി ഡാം എന്ന് പൊതുവെ പറയുമെങ്കിലും ഇടുക്കി, ചെറുതോണി, കുളമാവ് എന്നീ 3 അണക്കെട്ടുകൾ നിർമ്മിച്ചാണ് ഇവിടെ വെള്ളം സംഭരിച്ചു വച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ഡാം ആയതുകൊണ്ട് തന്നെ നമ്മളുടെ നാട്ടിൽ നിന്നുള്ള ആൾക്കാരും അല്ലെങ്കിൽ വിദേശത്തു നിന്നുള്ള ആൾക്കാരും ഒരുപാട് ടൂറിസ്റ്റുകൾ സന്ദർശിക്കാറുള്ള ഒരു ഡാമാണിത്. പക്ഷെ ഇപ്പൊ ഇങ്ങോട്ട് ആരും വരണ്ട. ഇവിടെ പ്രവേശനം ഇപ്പൊ താൽക്കാലികമായിട്ട് നിർത്തി വെച്ചേക്കണേണ്. കഴിഞ്ഞ ജൂലൈ 22-ന് ഒറ്റപ്പാലംകാരൻ എന്ന് പറയപ്പെടുന്ന ഒരാള് ടൂറിസ്റ്റായി ഇവിടെ വരികയും സാധാരണ ടൂറിസ്റ്റുകൾക്ക് പ്രവേശനമില്ലാത്ത പല സ്ഥലങ്ങളിലും ഇയാൾ നുഴഞ്ഞു കയറുകയും പിന്നെ വെള്ളം തുറന്നു വിടാനൊക്കെ ഉപയോഗിക്കുന്ന ഷട്ടറുകളുടെ ചെയിൻ അതിൻ്റെ ഉള്ളിൽ എന്തോ ദ്രാവകമൊക്കെ ഒഴിച്ച് പിന്നെ ഹൈമാസ് ലൈറ്റുകളിൽ എന്തോ സംഭവമൊക്കെ താഴിട്ടൊക്കെ പൂട്ടി എന്നാണ് പറയപ്പെടുന്നത്. ഈ ഒരു പ്രശ്നം ഈ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ കുറെ വൈകിയാണ് അറിയണത്. പിന്നീട് ഇത്രയും ഡീറ്റെയിൽസ് ഒക്കെ അവർക്ക് കിട്ടിയത് CCTV ദൃശ്യങ്ങളിലൂടെയൊക്കെയാണ്. അപ്പൊ ഈ അതിക്രമിച്ചുള്ള ഇയാളുടെ കയറ്റം വലിയ ഒരു സുരക്ഷാ വീഴ്ചയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇടുക്കി ഡാമിന്റെ സുരക്ഷ വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ പശ്ചാത്തലത്തിൽ കുറച്ച് നാളത്തേക്ക് ഇങ്ങോട്ടുള്ള പ്രവേശനം ഇപ്പൊ നിരോധിച്ചു വെച്ചേക്കാണ്. ഇപ്പൊ ഇവിടെ സന്ദർശകരെയൊന്നും അനുവദിക്കണില്ല. ഒരുപാട് ആളുകൾ ഇപ്പോഴും ഇവിടെ സന്ദർശിക്കാൻ പറ്റുമെന്നുള്ള ഒരു വിചാരത്തിൽ ഇവിടെ ഇപ്പോഴും വരുന്നുണ്ട്. അവരൊക്കെ സങ്കടത്തോടെ തിരിച്ചു പോകുന്നുണ്ട്. അധികം വൈകാതെ തന്നെ സുരക്ഷ നല്ല ശക്തമാക്കിക്കൊണ്ട്, നല്ല സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് ഇവിടുത്തെ സന്ദർശനം അനുവദിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ സന്ദർശകരുടെ ഇടയിൽ നിന്നും ടിക്കറ്റ് ഇനത്തിൽ നല്ലൊരു വരുമാനവും സർക്കാരിനുണ്ട്. മാത്രമല്ല ഡാമിന്റെ മുകളിലൂടെയൊക്കെ ടൂറിസ്റ്റുകളെ കൊണ്ട് യാത്ര ചെയ്യാൻ വേണ്ടി ഇലക്ട്രിക്കൽ വെഹിക്കിളുകൾ, ഈ കാണുന്ന ഇലക്ട്രിക്കൽ വെഹിക്കിൾ ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് ഇതിന്റെ ഈ ഡാമിന്റെ മേളിൽ കൂടിയൊക്കെ നമുക്ക് സഞ്ചരിക്കായിരുന്നു. അപ്പൊ അതിനൊക്കെ പ്രത്യേകം ടിക്കറ്റുകളൊക്കെ ഉണ്ട്. പക്ഷെ ആ വണ്ടികളൊക്കെ, ആ വെഹിക്കിളുകളൊക്കെ, ഈ കാണുന്ന വെഹിക്കിളുകളൊക്കെ ഇവിടെ കിടന്നവരെ നശിക്കണേണ്. ഇപ്പൊ അത് ഈ സംഭവം നടന്നിട്ട് 6-7 മാസമായി എന്ന് എനിക്ക് തോന്നുന്നു. അത്രയും കാലമായിട്ട് ഇപ്പൊ ഇതിനൊന്നും ഒരു പരിഹാരമായിട്ടില്ല. പിന്നെ ഈ സന്ദർശനം തിരിച്ചു തുടങ്ങിയിട്ടില്ല. അപ്പൊ ഈ സാധനങ്ങളൊക്കെ ഇതൊക്കെ സർക്കാരിന്റെ തന്നെ, നമ്മളുടെ തന്നെ ആയിട്ടുള്ള ലക്ഷങ്ങൾ വിലയുള്ള സാധനങ്ങളായിരിക്കും. ഇതൊക്കെ ഇവിടെ കിടന്ന് വെറുതെ തുരുമ്പെടുത്ത് നശിച്ച് പോയിക്കൊണ്ടിരിക്കണേണ്. അധികം വൈകാതെ തന്നെ പൂർണ്ണമായ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് തന്നെ ഇവിടുത്തെ ടൂറിസ്റ്റുകൾ അനുവദിക്കും എന്ന് പ്രതീക്ഷിക്കാം. മെയിൻ റോട്ടിൽ നിന്ന് ഡാം ഭാഗത്തേക്കുള്ള റോഡൊക്കെ പൊളിഞ്ഞ് ആകെ നശിഞ്ഞ് കിടക്കണേണ്. എല്ലാം അധികം വൈകാതെ ശരിയാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ അധികം വൈകാതെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.